ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ് സ്പേസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മൂഡ് കിട്ടിയിട്ട് അതാണെന്ന് പറയുന്നതാണ് ടോക്കിംഗ് വില്ലേജസ്. അപ്പോൾ നമുക്കൊന്ന് ടോക്കിംഗ് വില്ലേജസ് നോക്കാം. ഈ വില്ലേജ് സംസാരിച്ചു തുടങ്ങി എന്താവും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഫസ്റ്റിന് ഞാൻ എവിടെ പോയി എത്തിയിട്ടുണ്ട്, ഏതാ മൊട്ട സ്ഥലം എന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. ഇനി നമുക്ക് ഇവിടെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് മേഘങ്ങൾ, അടിപൊളി മേഘങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളിത്. പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് സത്യമാണോ എന്ന് അറിയണം, ഈ മൂഡ് ശരിക്കും വർക്കാവോ തന്നെ ടോക്കി വില്ലേജസിൻ്റെ. അപ്പോൾ അത് ട്രൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഈ വില്ലേജ് എവിടെ പോയി തപ്പാണ് ഞാൻ. അയ്യോ, ഇനി എവിടെ കണ്ടാ പോയി നോക്കണം. ഈ കോഴിക്കൊക്കെ എന്താണ് പറ്റിയത്? ഓക്കെ, നമുക്കിപ്പോൾ ഇനി വില്ലേജ് തപ്പി നടക്കണം. എവിടെ പോയി കിടക്കുകയും വന്നാൽ കേട്ടാ. വില്ലേജ് തപ്പാന്ന് ശരിക്കും ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. എടാ, ഈ വില്ലേജ് എവിടെ പോയി കിടക്കാടാ? ഇതിൻ്റെയും ഇതുപോലെ തന്നെയാലേ. ഓ ഇനി ഈ വില്ലേജ് തപ്പണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ മനുഷ്യന്. എവിടേക്ക് ഇനി തപ്പണം എന്നറിയില്ല. ഇനി പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് ഈ ഐലൻഡ് കടന്ന് പോകണം. അവിടെയുണ്ടെന്ന് തോന്നുന്നു വില്ലേജ്. എവിടെ പോയി കിടക്കാടാ ഈ വില്ലേജ്? നാശം. എവിടെയാടാ അത്? അവിടെ ഒരു ഐലൻഡ് കാണാണ്ട്, നമുക്കൊന്ന് അവിടെ പോയി നോക്കിക്കാം. ഇനിയിപ്പോൾ അവിടെ വില്ലേജ് ഉണ്ടോയെന്ന് വെച്ചിട്ട് വേണ്ട. ഇനിയിപ്പോൾ എവിടെ പോയി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തപ്പി കണ്ടുപിടിക്കണ്ട. വില്ലേജ് ബുദ്ധിമുട്ടാണ്, അതിനുകൊണ്ട് നടക്കാത്ത കാര്യമാണ്. പറന്നു പോകാണ്ട് ക്രിയേറ്റീവ് മോഡാണ് സുഖം. ഇത് സർവൈവൽ ചെയ്ത് കാരണം ഫുള്ള് വട്ടം ചുറ്റി നടക്കണം. ഇനി എവിടെ പോയി കിടക്കാനാടാ ഈ വില്ലേജ്? എവിടെയാടാ ഈ വില്ലേജ്? എത്ര നേരമാടാ ഞാൻ അവിടെ നടന്നു തുടങ്ങിയിട്ട്, ഒരു മണ്ണാങ്കട്ടിയും കാണില്ല എന്ന് വെച്ചാൽ. ഇത് ഈ വഴിക്ക് അപ്പുറത്ത് ഐലൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിനാണെങ്കിൽ വലുത് കിട്ടുമോ നമുക്ക് നോക്കി വെക്കണം. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു വില്ലേജ് ഇല്ലാതിരിക്കില്ല ഈ വേൾഡിൽ. അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ നിന്ന് തപ്പുക വേണ്ടുള്ളൂ. വില്ലേജാണ് കാണുന്നില്ല, നാശം. നമുക്കിനി വെള്ളത്തിൽ നീന്തി പോകണം എന്ന് തോന്നുന്നു കണ്ടിട്ട്. വേറെ വഴിയില്ല, അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകണം. ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ടാവേണ്ടതാണല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഈ സീഡ് കൊടുത്തത് തന്നെ. എവിടെ പോയി കിടക്കാണ് ഈ വില്ലേജ്? നാശം. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്, അവിടേക്കൊന്ന് ഞാൻ പോണാ. എന്തൊക്കെയാലും വരെ എത്തിയതല്ലേ, പോയേക്കാം. വേറെ ഒന്നുമില്ല. നമ്മളപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു മണ്ണാങ്കണ്ടി കാണാനില്ലല്ലോ. വില്ലേജ്. യെസ്, ഞാൻ കണ്ടുപിടിച്ചു വില്ലേജ്. ഫൈനലി ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് വില്ലേജിലേക്ക് പോവാം. ഇനി നമുക്ക് വില്ലേജസിനെ പോയി തല്ലിക്കൊന്നിട്ട് വരാം. ഓക്കെ, അതിനെ നമുക്ക് എന്താ ഒരു വില്ലേജ് നടക്കണു. അങ്ങോട്ടേ വേടാ. എന്തുകൊണ്ടാ അവൻ ചെയ്ത്? ഇപ്പൊ തന്നെ സംസാരിച്ചടാ. ഇവരൊക്കെ സംസാരിക്കണോടാ, എന്തോട്ടാ വര്? ബേബി വില്ലേജർ. ബേബി വില്ലേജർക്ക് വേറെ വോയിസ് ആണല്ലോ വരി കൊടുത്തിരിക്കുന്നത്. വാടാ വാടാ. നിന്നെ ഞാൻ അടിച്ച് കൊല്ലോളാ മോനെ. നീ അത്ര വട്ടം അടിക്കില്ല എന്ന് പറഞ്ഞാലും ഇത് എവിടിക്കുന്ന സാധനമാടാ മോനെ. ചെത്തുപേടാ അവിടെ. നീ ഇങ്ങോട്ടേക്ക് വേടാ മോനെ. എവിടെ പോവാടാ കുട്ടി ബേബി വില്ലേജറെ? വാടാ അങ്ങോട്ട് വേടാ. ബേബി വില്ലേജർ, നിന്നെ ഞാൻ പടാക്കിയുടെ കാര്യമുള്ളോടാ. അതേടാ വലുത്. പാട്ട് പാടുകൂടെ അവര്. ഇവർക്ക് ഞാൻ ചീപ്പി ചീപ്പി പാട്ട് ഇതൊക്കെ അറിയുന്നത്. സ്കിബിഡിയുടെ വലിയ അറിയാൻ പാട്ട് കേട്ടിട്ട്. നിന്നെ ഞാൻ തല്ലിക്കൊല്ലൂടാ. അങ്ങോട്ടേക്ക് വേണം. നിന്നെ പടാക്കിയുടെ കാര്യമുള്ളോ? എനിക്ക് തോന്നുന്നത് ഈ വില്ലേജറിന്റെ കുട്ടിയാണെന്നാണ് ബേബി വില്ലേജർ. എന്നാ പിന്നെ നിന്നെ തന്നെ ഫസ്റ്റ് പടാക്കാടാ. ഓക്കെ, നമുക്ക് വേണം തന്നെ തല്ലുവെല്ലാം സംസാരിക്കണം. നിന്റെ ട്രേഡും തൊട്ടുള്ള നോക്കി വെക്കണം. നീ ഇതും പറയോ? വാട്ട് ആർ യു ബൈയിങ്? എന്തുകൊണ്ടാണ് നീ പറയുന്നത്? പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഫ്രീയെ തരാൻ പറ്റില്ല നിനക്കൊന്നും. നിന്നെ തല്ലു നടന്ന ഞാൻ ഒരു കാര്യമുള്ള. ഇങ്ങോട്ടേ കളാം മുട്ടെ. ഓടിക്കോ ഓടിക്കോ. ഇതിപ്പോൾ രണ്ടാമത്തെ വില്ലേജ് വന്നിരിക്കുന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. വാഴക്കടാ എവിടാ? നിന്നെ നടിച്ചു വന്നിട്ട് കാര്യമുള്ളൂ. ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ ഇപ്പോ. അടിപൊളി സ്ഥലം തന്നെ. ഇവിടെ വല്ല വില്ലേജർ ഉണ്ടോ നോക്കിയേക്കാം നമുക്ക്. വില്ലേജർ നമുക്ക് ശരിക്കാക്കിണ്ടേ.
ആ പശു എടാ എന്തോട്ടാ സാധനം ചെയ്യുന്നത് ആട് ഇത് എന്തോട്ടാ നീ ചെയ്ത് ഇപ്പോൾ തന്നെ കുഞ്ഞു നിൽക്കുക. അതെ പിന്നെ നമ്മൾ പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ട് അതെ എന്നാ പിടിക്കടാ അങ്ങോട്ടേ ഓടി പോകുന്നത് നിൽക്കടാ ഞാൻടാ നിന്നെ തല്ലിക്കൊല്ലേ. നിന്നെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കടാ എത്ര വട്ടം നീ ചാവുന്നത് വരെ. ഇവിടെ അടിപൊളി തന്നെയാ ഏട്ടാ. ഈ വില്ലേജസ് ടോക്കിയ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാ. അങ്ങോട്ടേക്ക് വേണം മോട്ടെ. നിന്ന് തല്ലിക്കൊന്നിട്ട കാര്യമുള്ളൂ. അങ്ങോട്ടേക്ക് വേടാ. എനിക്ക് പഠിപ്പി വില്ലേജ് തന്നെ റേറ്റുണ്ട്. എനിക്ക് അതിന്റെ പേരെന്നറിയാം. ഞാൻ പഠിപ്പി വില്ലേജ് കളിച്ചോളാം. നമുക്കൊക്കെ അതുപോലെയല്ലേ വേറെ ഒന്നുമില്ല. തല്ലിക്കൊല്ലട്ടെ നിന്നെ വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലൂടാ ഞാൻ നിന്നെ. വേടാ ഇങ്ങോട്ടേക്ക് വേടാ. വേടാ നിന്നെ തല്ലി കൊന്നിട്ട കാര്യമുള്ളടാ. ഇങ്ങോട്ടേക്ക് വേടാ. നിന്നെ അടിച്ചിട്ട കാര്യമുള്ള. നീ എത്ര പറഞ്ഞിട്ടേ കാര്യമില്ലടാ. ഞാൻ നിന്നെ വിടില്ലടാ. നിന്റെ കഥ കഴിഞ്ഞടാ മോനെ. കോഴി പോകുന്നുണ്ട്. റോബോട്ട് കോഴിയാ. ഈ നമുക്ക് എനിക്കൊരു അഴയങ്കോളത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയാലെന്ന് വിചാരിക്കും ഞാൻ. അപ്പൊ നമുക്കൊന്ന് അവിടേക്ക് പോകാം. എവിടെയാടെ ഞാൻ അത് അവിടെ ഉണ്ട്. ഇങ്ങോട്ട് കാണാം മോട്ടെ. ഇവൻ അടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ല. നമുക്കവൻ തല്ലിക്കൊല്ലാൻ വരുമോ നോക്കിയേക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വില്ലേജാണ് പോയി അടിക്കാം. അപ്പം വരുമോ നോക്കാം. വന്നാൽ പിന്നെ നമ്മൾ കത്താം. അപ്പോൾ പോയി അടിച്ചിട്ട് വരാം. ഇങ്ങോട്ട് കാണാൻ മോട്ടെ. ഇത് അടിച്ചു. വരുന്നുണ്ട് അവൻ. കണ്ണ് പോലും കാണല്ലേ തോന്നുന്നു. ഇങ്ങോട്ട് കാണാ. വേഗം പാടാ അഴിക്കോലമ്മേ. എവിടെയാടാ അവൻ? അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയിപ്പോ അഴയങ്കോലത്തെ തല്ലിക്കൊന്നിട്ട് വരാം. പതുക്കെ പാടം കൊണ്ടേക്ക് മോട്ടെ. ചെക്കനെ കണ്ടിട്ട് തന്നെ പേടിയാവാണ്ട് വാക്കിങ് തന്നെ കണ്ടിട്ട് ഇത്രയേ ഉള്ളു. ചത്തു നമ്മൾ ഇത്ര പെട്ടെന്ന്. ഓക്കെ നമ്മളിപ്പോൾ റെസ്പോയ് ആവുന്നുണ്ട്. ഞാൻ എവിടെ എത്തിയിടാ? സ്വർഗത്തിലോ? ഞാൻ മൈൻക്രാഫ്റ്റിലെ സ്വർഗത്തിലെത്തിയിടാ. എവിടെ പോയിടാ? ഞാൻ മൈൻക്രാഫ്റ്റിലെ എവിടെയാടാ ഇപ്പൊ? കണ്ടിട്ട് ഏതൊരു പഴയ സ്ഥലത്ത് തന്നെ എത്തിയെന്ന് തോന്നുന്നു. സ്വർഗം മുടക്ക ഒരു മണ്ണാങ്കട്ടല്ലേ ഇപ്രാവശ്യം. ഞാൻ വിചാരിച്ചു ഞാൻ മൈൻക്രാഫ്റ്റിലെ ഫസ്റ്റ് പേഴ്സൺ ടു സ്വർഗത്തേക്ക് പോകുന്നെന്ന്. ഇതിപ്പോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര വരെയുള്ളൂ. ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ വെറും ഇങ്ങനെ സംസാരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. ആക്കി നോക്കിയപ്പോൾ വേറെ ലെവലാണ്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ടോക്കിംഗ് വില്ലേജസിന്. എന്നാൽ പിന്നെ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.